ഈ പറഞ്ഞ പോലെ തമിഴിലൊക്കെ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചല്ലോ, വിജയുടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം രജനീകാന്തിനോട് അഭിനയിച്ചു, എത്രയോ പേരോട് അഭിനയിച്ചു, ഒരു ഓർമ്മ എന്തായിരിക്കും പങ്കുവയ്ക്കാനുള്ളത്? രസകരമായ ഒരു ഓർമ്മ ഉണ്ടാവുള്ളൂ. രജനീകാന്തിനോട് അഭിനയിക്കുമ്പോൾ ഞാനൊരു ഫൈറ്റ് സീക്വൻസ് ചെയ്തത്. അപ്പോൾ അത് പുള്ളി ഭയങ്കരമായിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്നാ മച്ചാ, എന്നാ ടൈമിങ്, സൂപ്പർ ടൈമിങ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര ഒരു അപ്രിസിയേഷൻ. അതുപോലെ തന്നെ ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ബാംഗ്ലൂരായിരുന്നു താമസിക്കുന്നത്. ഒരു വിൻസ്റ്റർ കാസിൽ ഇങ്ങനെ ഒരു കോർണറിൽ നിൽക്കുകയാണ്. അപ്പം രജനീകാന്ത് അവിടെ അതൊരു ഇംഗ്ലീഷ് പടം ബ്ലഡ് സ്റ്റോണോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ കോറിഡോറിൽ കടന്നുപോയി. ഞാൻ വിചാരിച്ചു പുള്ളി തിരക്കല്ലേ പൊക്കോട്ടെ എന്ന്. പുള്ളി പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്നാ മച്ചാൻ എപ്പിടി ഇരിക്കുക. അത്ര സിമ്പിളാണ് പുള്ളി. കമലഹാസനൊക്കെ ആണെങ്കിലും ഭയങ്കര, ഞാൻ പടം ചെയ്യുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള പെരുമാറ്റം. വിജയാണേലും ഞാൻ ചെന്നപ്പോൾ പുള്ളി എന്തോ ഇത് കേട്ടോണ്ടിരിക്കുക, ഈ എന്തോ ചെടി കണ്ടോണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ഭയങ്കര ഫോക്കസ്ഡാണ്. പുള്ളി ഭയങ്കര ക്വയറ്റാണ്. ആദ്യം ആളോട് സംസാരിക്കാറില്ല. വെരി ക്വയറ്റ് പ്രൊഫഷണലാണ്, ഹൈലി പ്രൊഫഷണലാണ്. അപ്പം ഞാൻ മാറി ഇങ്ങനെ കാശ്മീരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കാശ്മീരായിരുന്നു ഷൂട്ടിങ്. നല്ല മനോഹരമായ മലകളും മഞ്ഞ് മലകളും. പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ടു. വിജയ് സാറാണ്. സാർ നമസ്കാരം. ഞാൻ പാക്കല്ലേ, സോറി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് നോ പ്രോബ്ലം സാർ, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. എന്നോട് എപ്പിടി ഇരിക്കാൻ എപ്പോൾ വന്നത്? ഞാൻ പറഞ്ഞു സോൾ വന്നു. സാർ എൻ്റെ പൂരി വാസലിലെ സൂര്യൻ കാക്കമുട്ടை விண்ணை தாண்டி வருவாய், அதெல்லாம் வேண்டிய என்ன சார்? അപ്പം ഞാൻ ചോദിച്ചു സാർ നിങ്ങൾ ഇതെല്ലാം പാത്തിരിക്കും. നമ്മൾ പറഞ്ഞു സാർ എന്നെ സാർ ഞാൻ ഉങ്ക ഫാൻ. വിജയ് പറഞ്ഞു ഞാൻ കിടുങ്ങിപ്പോയി. അതുപോലെ തന്നെ ഈയിടെ കാർത്തി പറഞ്ഞു ഒരു പ്രസ് കോൺഫറൻസിൽ ഇങ്ങനെ പറഞ്ഞു, പൊന്നിയിൻ സെൽവൻ്റെ அந்த பாபு ஆனி சாரை பார்த்தா இப்பவும் பயமாக இருக்கு, പൂഴിവാസലിനെ பார்த்து ഭയന്നിട്ടാണ്. എന്താ ഒരു അങ്ങനെ ഒരു വലിയൊരു നല്ലൊരു എല്ലാവർക്കും വലിയൊരു സ്നേഹമുണ്ട്. അതൊരു വലിയൊരു കാര്യമല്ല അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മളൊരു ചെയ്ത പടങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ പറയുന്ന പോലെ നമ്മൾ മലയാള സിനിമയുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പോയില്ല, പെപ്പയൊക്കെ ഒന്ന്, പെപ്പയും നീരജും ഷൈനും ഒക്കെ എൻ്റെ പുറയെന്ന് പറഞ്ഞില്ലായിരുന്നു. അതുപോലെ സ്നേഹമായിരുന്നു. അത് കിട്ടുന്ന ഒരു അവാർഡിന് തുല്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും നമ്മളോട് എന്നെ അവരുടെ ക്യാരവനിലേക്ക് വിളിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, എല്ലാം. അതുപോലെ തന്നെ ലാലാണ് ഓഫ് കോഴ്സ് ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. സിദ്ദിഖ് ലാലിൻ്റെ അല്ല പാച്ചിക്കയുടെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച്, പുള്ളി അസോസിയേറ്റ് ഡയറക്ടറും ഞാൻ ആക്ടറുമായിട്ട്, സിദ്ദിഖ് ലാൽ അസോസിയേറ്റ്, ഞാൻ ആക്ടർ, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒത്തിരി, ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് നമ്മളെപ്പോഴും വെളിയും നിലവിളിയൊന്നുമില്ല. അവരെപ്പോഴും ഫോൺ വിളിക്കുമോ. ഇപ്പോൾ തന്നെ എത്ര നേരം എൻ്റെ ഫോൺ അടിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നും. പക്ഷേ ആ സ്നേഹം, മനസ്സിലാവുന്ന സ്നേഹം സൂക്ഷിക്കും. അതൊരു ബോധർ ചെയ്യാറില്ല. നമ്മളിങ്ങനെ ഇപ്പം മമ്മൂക്കായാലും പോയിട്ട് മമ്മൂക്കാട് പറയാം, മമ്മൂക്ക എനിക്കൊരു പടം വേണം, അല്ല ലാല എനിക്കൊരു പടം വേണം എന്ന് എനിക്ക് പറയാം, രജനീകാന്തിനോട് പറയാം. പക്ഷേ അതിനത് ബോധർ ചോദിക്കാറില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. തുടക്കകാലത്ത് ഈയിടെ ഞാൻ മമ്മൂക്കായെ കണ്ടാൽ പറഞ്ഞു, മമ്മൂക്ക നമ്മൾ പടം ചെയ്തിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞു. അപ്പം ബസൂക്ക ഇപ്പം ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്. 2 ദിവസം 4 ദിവസത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് 4 ദിവസം ചെയ്തു അല്ലേ? ഒരു ദിവസം ചെയ്തു. ഇനി ഒരു 3 ദിവസത്തെ വർക്കുണ്ട്. 3-4 ദിവസം ഉണ്ട്. ഇപ്പം തമിഴ് സിനിമകൾ ധാരാളം വീണ്ടും വന്നു തുടങ്ങി അല്ലേ? ഇനിയിപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന RDX ആണ്. പിന്നെ ഇപ്പം അവർ സംസാരിച്ചിരിക്കുന്ന രജനീകാന്തിൻ്റെ അടുത്ത ലോകേഷ് പടം, അത്, പിന്നെ അൻപറിവ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം, അങ്ങനെ. പിന്നെ വേറെ 2-3 പടങ്ങൾ ഇങ്ങനെ ഓഫർ നിൽപ്പുണ്ട്. ഈ നമ്മുടെ ഈ ഹൈറ്റ് സിനിമയ്ക്ക് വരുമ്പോൾ ഒത്തിരി ഗുണം ചെയ്യുകയാണ് ചെയ്തത്. ചില സിനിമകളൊന്നും ഈ ഹൈറ്റ് കാരണം മാറേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമുക്ക് ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോഴാണ്. അപ്പം അല്ലാത്ത ചില സ്ഥലങ്ങളിൽ അവർക്ക് പറയും ഭയങ്കര ഹൈറ്റാന്നൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ മാറ്റി നിർത്തിയ അവസരങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് 95% ഗുണം മാത്രം ഉണ്ടായിരിക്കും ഈ ഹൈറ്റുണ്ട്. അതെ. നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ബാബുച്ചേട്ടൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഡൂപ്പുകൾ ഇടാറുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിക്കാറില്ല. ഡൂപ്പ് ഉപയോഗിക്കാറില്ല. ഒന്നാമത് എനിക്കുള്ള ഡൂപ്പ് കിട്ടത്തില്ല. ഞാൻ അനങ്ങിയ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് വേറൊരാളാണ്. ഈ ഐറ്റം രൂപ കിട്ടുന്ന വലിയ പാടാണ്. ഈ ഐറ്റം ബോഡി ലാംഗ്വേജും. പണ്ടൊക്കെ ഞാൻ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും നല്ല കട്ട മീശയും മുടിയൊക്കെ ട്രിം ചെയ്ത് നല്ല സുമുഖന്മാരാണ് നമ്മുടെ സിനിമയിൽ. ഞാനൊരു പ്രാന്തനെ പോലെ ഒരു മനുഷ്യൻ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീട്ടി കമ്മലൊക്കെ ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എവിടെ മലയാള സിനിമയിൽ ഫിറ്റാവും എന്നിങ്ങനെ ആലോചിച്ച സമയത്ത് ഒരു ഒട്ടകം എന്ന് പറഞ്ഞ ലൈനിലേക്ക്. പക്ഷെ എങ്ങനെയോ ജനങ്ങളെ നമ്മളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സാധ്യത വളരെ കുറവായിരുന്നു.
ഈ ഫൈറ്റ് സീനിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒത്തിരി ആക്സിഡന്റ് ഉണ്ട്, അല്ലേ? ഒരുപാട് ആക്സിഡന്റ് ഉണ്ട്. അത് ശരിക്കും നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു ആക്സിഡന്റ് ഏതായിരിക്കും? നമ്മൾ കുറച്ച് നാളത്തേക്ക് വിശ്രമിക്കേണ്ട ഒരു ആക്സിഡന്റ് ഏതായിരിക്കും? അത് ഞാൻ എനിക്ക് തോന്നുന്നു ദൗത്യത്തിൻ്റെ തെലുങ്ക് വേഷം ചെയ്യുമ്പോൾ ഒരു 50 അടി പൊക്കത്തിൽ നിന്ന് ചാടണമായിരുന്നു. ഓ. ഗണ്ണും പിടിച്ചിട്ട് പാറയുടെ മുകളിൽ നിന്ന് ചാടും. അപ്പം അന്നത്തെ ഇന്നത്തെ പോലെ എയർ ബാഗും പരിപാടികളും ഒന്നുമില്ല. അന്ന് ഒരു ചെറിയ നെറ്റ് അവരിങ്ങനെ വലിച്ചു പിടിച്ചിരിക്കും. അത് ഇത്ര അടി ഇതൊരു ഒരു 10 സ്ക്വയർ ഫീറ്റ് അറൗണ്ട് ഉള്ള മാങ്ങ വരയ്ക്കണം നെറ്റ് പിടിക്കണ പോലെയാണ്. അതാണ് പിടിച്ചിരിക്കുന്നത്. അല്ല അത് ചാടി എന്നെ ഇവിടെ സമ്മതിക്കാനില്ല. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ, ഡ്യൂപ്പിട്ട് ചാടിക്കോളൂ. പക്ഷെ അവരത് വലിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ആ സാഗിങ് ഈ എഫക്റ്റ് അങ്ങ് പോയി. ഞാനത് വീണ് തെറിച്ച് പുറത്ത് വീണ്. തെറിച്ച് വീണു വെച്ച് നല്ലൊരു ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ മരണക്കണ്ടി ബൈക്ക് ഓടിച്ചപ്പോൾ ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ കണ്ണ് കാണാൻ കണ്ണ് കാണാതായിപ്പോയി. അങ്ങനെ താഴെ പെട്ടെന്ന് ഞാൻ ലാൻഡിൽ താഴോട്ടിട്ട് വന്ന് ബൈക്ക് വിട്ടിട്ട് തലേ കൈ വെച്ചിരുന്നു. തലയിലോട്ട് വീണില്ല ഭാഗ്യത്തിന് ബൈക്ക്. അപ്പം അന്നേരം ചോദിച്ചു ഇനിയും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം കംപ്ലീറ്റ് ചെയ്യണ്ടേ. പിന്നെ കുറച്ച് സ്പീഡ് കുറച്ച് ചെയ്ത് അങ്ങനെ ഒപ്പിച്ചെടുത്തു. പിന്നെ പല ആക്സിഡൻറ്റുകൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ എന്നെ ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് അടിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു 3-ാം മുറിക്കകത്ത് സമ്മർസോൾട്ട് ചെയ്തിട്ട് ബാക്ക് വന്ന് വീഴണം. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അത് ലാലിങ്ങനെ ഒരു ആക്ഷൻ കൊടുക്കത്തേ ഉള്ളൂ. രണ്ടുപേരോട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാലൻസ് പോകും. അതും കുറച്ചൊക്കെ ഗ്ലാസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി ചെറിയ. അന്നത്തെ ഗ്ലാസ്സൊക്കെ എന്നാ ഗ്ലാസ്സാണ് നമുക്ക് തന്നെ അറിയുന്നില്ല. ഇപ്പം ഒത്തിരി മാറി. ഇപ്പൊ ഒത്തിരി സേഫ്റ്റി മെഷേഴ്സ് ആയിപ്പോയി. അപ്പം എനി ആക്ഷൻ ഇപ്പൊ ചുമ്മാ ഒരു ഒന്ന് ജമ്പ് ചെയ്ത് പഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലിപ്പ് ചെയ്ത് പുറകോട്ട് വീണ് കഴിഞ്ഞാൽ അത് വെരി ഡേഞ്ചറസ്. ബൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ഷനും ഡയലോഗ് പോലല്ല, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഡയലോഗ് തെറ്റി നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ ആക്ഷൻ തെറ്റിക്കഴിഞ്ഞ് ഇടിയും കൊണ്ടല്ല ഇടി കിട്ടി കഴിഞ്ഞിട്ട് ചില്ല് പൊട്ടി കഴിഞ്ഞ് പിന്നെ ചില്ല് ഉണ്ടാക്കിയാൽ പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതങ്ങനെ ലാലേട്ടൻ ആക്ഷൻ കാണിക്കുന്നു, നമ്മൾ ആ ചില്ലിലേക്ക് വീഴുന്നു. ആക്ഷൻ ഇങ്ങനെ കാണിക്കുന്നു. അതാണ് അതിന്റെ കറക്റ്റ് ടെക്നിക്ക്. പുള്ളി എന്നെ പിടിച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ എൻ്റെ ബാലൻസ് പോവും, പുള്ളിയുടെ ബാലൻസ് പോവും. ഒരു ടെക്നിക്ക് ഉണ്ട് എല്ലാത്തിനും. അത് ആ വഴിക്കാണ്. ഈ ബാബുചേട്ടൻ അഭിനയിക്കുമ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടല്ലോ. ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം അവരുമായിട്ട് ബാബുചേട്ടൻ കുറേ സിനിമകൾ ചെയ്ത് വരുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസിലേക്ക് വീണ്ടും വീണ്ടും പോവാണ്. പിന്നെ കരാട്ടയും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഈ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ടൈ അപ്പ് ഉണ്ടാക്കുക? ഞാൻ ഇത് ചെയ്തേക്കാം, സ്റ്റണ്ട് മാസ്റ്റർ ഇപ്പൊ നമ്മൾ സ്റ്റണ്ട് പഠിപ്പിക്കുകയാണല്ലോ, പറയാണ് ബാബു ഇത് ഈ രീതിക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, ആ രീതിക്ക് ചെയ്താൽ അത് അത്ര ഫലമാവോ, അല്ലെങ്കിൽ അത് ഒരു ആക്സിഡന്റിലേക്ക് പോവോ, അത്ര ഒരു സംസാരമൊക്കെ ഉണ്ടാവുമോ നിങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും ഒരു ടീം വർക്കായിട്ട് ഉണ്ടാവും. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് ഞാൻ ഇടപെടാറില്ല. കാരണം അവർക്കൊരു അവരുടേതായ രീതികളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ സജഷൻസ് പറയും, മിക്കവാറും സജഷൻസ് ഒക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ വിഷൻ ഉണ്ടല്ലോ, കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പോൾ അത് കവർ ചെയ്ത് ഞാൻ അങ്ങനെ പോകാറില്ല. ഇതന്ന് ഈ മോഹൻലാൽ എടുത്ത് കഴിഞ്ഞിട്ട് ചില്ലൊക്കെ പൊട്ടിക്കുമ്പോൾ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ പറഞ്ഞു, അയ്യോ ബ്ലഡ് വരുന്നുണ്ടല്ലോ. അത് ഉടനെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ശരിയാക്കി. എന്നിട്ട് ഞങ്ങൾ അടുത്ത തെലുങ്ക് പടത്തിന് പോയി, വൈകിട്ടത്തെ ഫ്ലൈറ്റിന്. ഇവിടുത്തെ ഇടി മേടിച്ചിട്ട് അവിടെ പോയി ഇടി മേടിക്കാൻ പോയി. ചിരഞ്ജീവിയുടെ ഇടി. ലാലൻ്റെ ഇടി മേടിച്ചിട്ട് പോയിട്ട് ചിരഞ്ജീവിയുടെ ഇടി മേടിക്കാൻ പോയി. ആ ഒരു കാലഘട്ടം ഭയങ്കരമാണല്ലേ. ഒരു രക്ഷയില്ലെന്ന്. ഇപ്പം അന്നത്ര യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ട് മദ്രാസിൽ ഷൂട്ട് ചെയ്യും, എന്നിട്ട് പിറ്റേ ദിവസം ആന്ധ്രയിൽ ഷൂട്ട് ചെയ്യും. അന്ന് എല്ലാം സെപ്പറേറ്റ് ആണല്ലോ. അല്ലെങ്കിൽ അടുത്ത ദിവസം ബോംബെ ഷൂട്ട് ചെയ്യും. ഒരാഴ്ച ഞാനൊരു 4-5 സ്ഥലത്ത് ഷൂട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. ഓടിയാണ്. പിന്നെ ഹീറോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം കുറച്ചു. ഈ ഹീറോ ആയപ്പോൾ വേറൊരു പരിവേഷമാണല്ലോ കിട്ടുന്നത്. അതെ അല്ലേ. നമുക്ക് പിന്നെ ഒരു ഒതുങ്ങി മലയാളത്തിൽ തന്നെ നിന്ന് എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ഒരു ഒതുക്കം ഉണ്ടല്ലോ.